Hello guys, welcome back to my YouTube channel Maluvawa Vlogs. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഞാൻ 6:30 ആകുമ്പോൾ എണീറ്റു കേട്ടോ. എണീറ്റു. കിച്ചുവിന് ഇന്ന് ക്ലാസ് ഉണ്ട്, അവന് എക്സാം ഉണ്ട്. കഴിഞ്ഞ ദിവസം മാറ്റി വെച്ച എക്സാം ഇന്നാണ്. അപ്പോൾ എണീറ്റ് കാലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവിൽ കയറണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി വീട് ഒരാഴ്ചത്തെ ക്ലീനിങ് ഉണ്ട് കേട്ടോ. ഒരൊറ്റ ആഴ്ചത്തെ ക്ലീനിങ് ഉണ്ട് വീട്. എല്ലാ ദിവസവും സാധാരണ അടിച്ചു വാരുക, അങ്ങനെ തുടയ്ക്കുക, അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുള്ള ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. കാലത്ത് ജോലിക്ക് പോലെ ഇവർക്ക് സ്കൂളിൽ പോലെ ആ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഈ ആഴ്ച എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. എല്ലാ ശനിയും ഞായറും എനിക്ക് ഡീപ്പ് ക്ലീനിങ് ആണ്. കുളിക്കുമ്പോൾ ഉച്ചയാവും. പിന്നെ എന്തായാലും മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണത് കാണാം കേട്ടോ. കണ്ടോ എനിക്കുള്ള പണികളൊക്കെ എടുക്കണത്. കാലത്ത് മുതലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ. ഞാൻ സാധാരണ എടുക്കുന്ന പാത്രങ്ങൾ ഒപ്പം കഴുകിയെടുക്കുക ചെയ്യാറ്. ഇന്ന് അത് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ കുറേ പണികൾ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഞങ്ങളുടെ റൂം വൃത്തിയാക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ അമ്മയുടെ റൂം. അപ്പോൾ ഗൈസ് ഇത് ഞങ്ങളുടെ റൂം വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് വിരിച്ചുള്ള ജനാലൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ അടിക്കണ്ടേ. അപ്പോൾ റൂമിക്കൊന്ന് ഞാൻ ചെയ്യണോ? പിടിക്കും, അടിയിൽ പിടിക്കുന്നു. ഇവിടെയാണ് അടുപ്പ് അങ്ങനെ വല്ലപ്പോഴും കത്തിക്കാറുള്ളൂ. ഇവിടെ ഈ അടുപ്പ് വെക്കുന്നതിൻ്റെ അവിടെ മാത്രം ടൈലിട്ടിട്ടില്ല. അത് ടൈലിട്ട് കഴിഞ്ഞാൽ എന്താ തീൻ്റെ ചൂട് തട്ടിയ പൊള്ളയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനൊന്നും ഇട്ട് തന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ പുകയാണ് കണ്ടോ, ഫുള്ള് പുക പിടിച്ച് കിടക്കുക. ചേട്ടൻ വന്നിട്ട് വേണം ഒക്കെ പെയിൻ്റ് അടിക്കാൻ. എല്ലാ പ്രാവശ്യവും ചേട്ടൻ വന്നാലാണ് കേട്ടോ പെയിൻ്റ് അടിക്കാറ്. പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കുകയാണ്. നോക്കണ്ടല്ലേ, ഇതൊക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞു. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കറി വയ്ക്കാൻ നോക്കട്ടെ. വയ്ക്കാം കേട്ടോ. ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് വയ്ക്കാൻ സമയം കിട്ടിയില്ല. ഇന്നലെ വയ്ക്കാൻ സമയം കിട്ടാണ്ടല്ല, ഇന്നലെ അവർക്ക് അൽഫാം വേണം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെച്ചില്ല. പിന്നെ ആർക്കാ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല കേട്ടോ. ചൂരയൊക്കെ ശരിക്ക് കാണിക്കുന്നു. കുടംപുളി ഇട്ടിട്ടാണ് വെക്കുക കേട്ടോ. പക്ഷെ എനിക്ക് കുടംപുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ പുളി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. വാളംപുളി ഇട്ടിട്ട് കുറച്ച് ഉലുവ പൊട്ടിക്കാം. എല്ലാവരും മീൻകറിയിൽ ഉലുവ ഇടുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ചില മീൻകറിയിലൊക്കെ ഇടുള്ളൂ കേട്ടോ. ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതും തക്കാളിയും പച്ചമുളകും. പിന്നെ മീൻ കുറച്ച് വറുക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചതച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും പച്ചമുളകും. തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ. കുറച്ച് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? 2.5 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കാം.
പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മീൻകറി ആകുമ്പോഴേക്കും കുറച്ച് മീനുണ്ട്, അത് വറുത്ത് കൊടുക്കാം കേട്ടോ. വറുത്ത് വയ്ക്കട്ടെ. കുളിച്ചിട്ടില്ല, കുറേ പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല. ലീവ് ഇല്ലാതിരിക്കാൻ നല്ലത്. അപ്പം എല്ലാ പണികളും വേഗം വേഗം ചെയ്യും. ഇതിപ്പോൾ എല്ലാം ചെയ്യാൻ മടിയാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീനെ ആഡ് ചെയ്ത് കൊടുക്കാം. മീന് വറുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ചു നമ്മുടെ മീൻകറി ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വേവുന്നുണ്ട് കേട്ടോ. മീൻകറി ഒരുവിധം ആയിട്ടുണ്ട്. മീൻ വറുത്തത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മീൻകറി മീൻ വറുത്തതും ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് എണ്ണ തേച്ച് കൊടുത്ത് മസാജ് ചെയ്തോ. ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് തല കഴുകി കൊടുക്കും കേട്ടോ. ബാക്കിയുള്ള ദിവസമൊക്കെ അവർ തനിയെ കുളിക്കുകയോ ചെയ്യുക. തലയിൽ എണ്ണ മാത്രം ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. എണ്ണ തേക്കാൻ അവർ സമ്മതിക്കുകയില്ല കേട്ടോ. എണ്ണ തേക്കുന്നത് ഇഷ്ടമേ അല്ല. എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ മുടി വളരില്ല. എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തലവേദന. നിക്ക് കുറച്ചുകൂടി തേക്കട്ടെ. മുടി സൂക്ഷിക്കാൻ ഇവർക്ക് അറിയില്ല കേട്ടോ. അവർ ചെയ്യില്ല. മുടി ഒന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ തല നനയ്ക്കാൻ ചില ദിവസം തല നനയ്ക്കാറില്ല. കാരണം 2 പുറത്തേക്ക് കെട്ടണോണ്ട് ഉണങ്ങില്ല. അപ്പോൾ ഇങ്ങനെ നിറച്ച് പേനും ഈരൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വൈകിട്ട് വന്നിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ആ മുടി അങ്ങനെ 200 പൊടി കെട്ടി വരും. മാളുവിന് മായേക്കാട്ടിൽ മുടിയുണ്ട് കേട്ടോ. 2 പേരും പക്ഷെ മുടിയൊന്നും നോക്കില്ല. അത് വേറെ കാര്യം. എണ്ണ തേക്കാൻ സമ്മതിക്കില്ല. ജട കളഞ്ഞ് കെട്ടി തരാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. അങ്ങനെയാണ്. എന്തൊരു എനിക്കാണെങ്കിൽ മുടിയൊക്കെ വൃത്തിയിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്ന അവർ കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ കേട്ടോ. ഫുഡ് കഴിക്കാൻ ടൈമാണ്. വിശന്നിട്ട് വയ്യ. കാലത്ത് പോലെ പട്ടിണിയാണ്. ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി ചോറുണ്ടിട്ടില്ല. അപ്പോൾ മീൻകറി മീൻ വറുത്തൊക്കെ റെഡിയായി. നല്ല മീൻകറി, മീൻ വറുത്തത്, ചോറ്, അച്ചാറും മോരും ഉണ്ട് കേട്ടോ. അത് മീൻകറിയുടെ കൂടെ മോര് കൂട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കഴിക്കണം. അപ്പം ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പാലൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ പഴയനൂർക്ക് പോവാം. അപ്പോൾ പോയി വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഷോർട്സും വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവരും. ഇന്ന് ഞങ്ങളുടെ ലൈവ് ഉണ്ട് 9 മണിക്ക്. എല്ലാവരും കയറണം ലൈവിൽ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസൊക്കെ എല്ലാവരും കാണണം. പിന്നെ ലൈക്കും സബ്സ്ക്രൈബ്സൊക്കെ എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇന്ന് 9 മണിക്ക് അമ്മയുടെ ലൈവ് ഉണ്ട്, ഞങ്ങളുടെ ലൈവ്. അപ്പോൾ എല്ലാവരും കയറണം. എല്ലാവരും കമൻസ് ഒക്കെ അയക്കണം. ഞങ്ങൾ റിപ്ലൈ തരും. അപ്പോൾ അമ്മ തന്നെ പഴയതിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്. ഓക്കെ, അമ്മ പോയിട്ട് അവിടെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, അമ്മ പഴയതിലേക്ക് പോയി വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഞങ്ങൾക്ക് കമ്മൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മയ്ക്കൊരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കമ്മൽ. ഇതാ പിന്നെ കമ്മൽ വേറെ ഒന്നുണ്ട്. വേറെ പിങ്കും റെഡും
സ്ട്രോബെറി കളറാണ്. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് അമ്മയ്ക്ക് നല്ല അടിപൊളി കമ്മൽ കേട്ടോ.